പുരാതന കാലം മുതലേ മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കഥകൾ കേൾക്കുക. അതായത് മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ നയിക്കപ്പെടുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അറിയാനുള്ള ജിജ്ഞാസ ആണ് കഥകൾ ഉണ്ടാകാനുള്ള പ്രേരണ. അപ്പോൾ കഥകൾ, ചെറുകഥകളുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നീണ്ട കഥകൾ വന്നു. ഈ നോവലുകളൊക്കെ നീണ്ട കഥ എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചപ്പതിപ്പുകളിലും മാസികകളിലൊക്കെ വർഷങ്ങളോളം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ഒരു കഥ. അത് കഴിഞ്ഞ് ഈ കഥകൾ സിനിമയായപ്പോഴാണ് തിരക്കഥ എന്ന് പറഞ്ഞ ഒരു കാര്യം ഇതിനെഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യകാലത്ത് തിരക്കഥയ്ക്ക് പറഞ്ഞിരുന്ന സംഭാഷണം എന്നായിരുന്നു. അപ്പോൾ കഥ എഴുതിയത് ഒരാളായിരിക്കും, തിരക്കഥ എഴുതിയത് അടുത്തയാളായിരിക്കും. അപ്പോൾ തിരക്കഥാകൃത്തുകൾ ഇന്നിപ്പോൾ ധാരാളമുണ്ട്. ഇപ്പോൾ കഥ എഴുതുന്ന MT വാസുദേവന്മാരാണെങ്കിൽ തിരക്കഥ ശ്രീനിവാസനായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും. ഇപ്പോൾ തിരക്കഥ എന്ന് പറയുന്ന ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ബ്രേക്കപ്പാണ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ മൈന്യൂട്ട് പ്രോഗ്രാംസ്. ഇപ്പോൾ VIP സന്ദർശിക്കുമ്പോൾ മൈന്യൂട്ട് പ്രോഗ്രാം ഉണ്ടാക്കില്ല, ഓരോ മിനിറ്റിലും എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത് സിനിമകൾ ഉണ്ടാക്കി. സിനിമയിൽ ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടം കുറ്റാന്വേഷണ കഥകളാണ്. കുറ്റം ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ജിജ്ഞാസയിൽ നിന്നാണ് ഈ കുറ്റാന്വേഷണ കഥകളോടുള്ള പ്രാമുഖ്യം കൂടിയത്. കുറ്റാന്വേഷണ കഥകൾ എഴുതുന്നവർ കുറ്റം ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് ആക്ഷൻ, ഒരു ഇന്നോവേറ്റീവ് മെത്തേഡ് കണ്ടുപിടിച്ച് അത് എഴുതും. പിന്നെ അത് കണ്ടുപിടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ രീതികളും ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതും ഇന്നോവേറ്റീവ് രീതിയിൽ അവർ അതും കണ്ടുപിടിക്കും. അപ്പം ഇങ്ങനെ തിരക്കഥകൾ എഴുതി കഴിഞ്ഞിട്ട് അത് പ്രാബല്യത്തിൽ വരുന്നത്, അല്ലെ സംഭവം നടന്നത്, അല്ലെ ഇനി നടക്കാനിരിക്കുന്ന അതിനെ അനുകരിച്ച ആൾക്കാർ പിന്നെ അതേ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതാണ് നടക്കാനിരിക്കുന്നത്. നടന്നതിനോട് സാമ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയത്തിലായാലും അല്ലാത്ത സൊസൈറ്റികളിലും മനുഷ്യനെ വേറൊരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് മൃഗങ്ങളെക്കാളും കൂടുതൽ മനുഷ്യനാണുള്ളത്. മൃഗങ്ങൾ അവരുടെ കൺമുമ്പിൽ വരുന്നവരെ ആക്രമിക്കുള്ളൂ, അല്ലെ ഒന്നിച്ച് നടക്കുന്ന ഒരേ സ്പെഷ്യസും തമ്മിൽ ആക്രമിക്കാറ്. മനുഷ്യനങ്ങനെയല്ല. മനുഷ്യന് കൺമുമ്പിൽ വന്നവര് വരാത്തവരെ അവർ ഒരുപോലെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. കൺമുമ്പിൽ വരുന്നവർ എന്തെങ്കിലും അവരോടുള്ള വിദ്വേഷം, വൈരാഗ്യം, അതുണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ പണത്തുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, രണ്ടാമത് പെണ്ണുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, മൂന്നാമത് അധികാരം. ഈ അധികാരം ഉറപ്പിക്കാനും അധികാരത്തിലുള്ളവരെ താഴെ ഇറക്കാനും പിന്നെ തിരിച്ചു കയറാനും എല്ലാം ഇല്ലായ്മ ചെയ്താലേ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ ഓരോ ഗവൺമെൻറ്റും അധികാരത്തിലിരിക്കുന്ന പ്രതിപക്ഷം പറയുന്ന ഏറ്റവും മോശം ഗവൺമെൻറ് ഇതുവരെ ഈ രാജ്യത്തുണ്ടായത് ഇതായിരിക്കും, പിടിപ്പുകേട്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഭരിക്കുന്നവരുടെ ഭരണമാണ് ഏറ്റവും മോശം എന്ന് പറയുന്നതുകൊണ്ട് ഇന്ന് വരെ നമ്മൾ അങ്ങനെ ഒരു അസസ്മെൻ്റ് എടുക്കുകയാണ്, അതിന് വില കൊടുക്കുകയാണെങ്കിൽ ഒരു 75 വർഷമായിട്ട് നമ്മൾക്ക് ഒരു നല്ല ഗവൺമെൻറ്റും കിട്ടിയിട്ടില്ല, സംസ്ഥാനങ്ങളിലായാലും കേന്ദ്രത്തിലായാലും. കാരണം ഓരോ ഗവൺമെൻറ്റിനും പ്രതിപക്ഷത്തിരിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ഭരണമാണ് ഏറ്റവും മോശം. എന്നാൽ നല്ല ഭരണം കാഴ്ചവെക്കാനൊട്ട് അനുവദിക്കത്തുമില്ല. കാരണം നല്ല ഭരണം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ തന്നെ തിരഞ്ഞെടുത്താൽ പോരെ, പ്രതിപക്ഷത്തിന് വരാനുള്ള ചാൻസ് ഇല്ല. അപ്പം നല്ലത് ചെയ്യാൻ തുടങ്ങുന്നവരെ അതിൽ പിന്തിരിപ്പിക്കുക, അല്ലെ അതിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പുറത്തിരിക്കുന്നവരുടെ മോട്ടീവ്. അല്ല ജനങ്ങൾക്ക് നല്ല ഭരണം കിട്ടണം എന്നുള്ളതല്ല. നല്ല ഭരണം കാഴ്ചവെച്ച് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വളരെ വളരെ ചുരുക്കം സംഭവങ്ങളെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളൂ. ഒന്ന്, ഷീലാ ദീക്ഷിത് ഡൽഹിയിൽ 3 തവണ അധികാരത്തിൽ വന്നു. ഗുജറാത്തിൽ നരേന്ദ്രമോദി 2-3 തവണ വന്നു. പിന്നെ കേജ്രിവാൾ 2 തവണ. ഇത്രയേ ഉള്ളെന്ന് എൻ്റെ വിശ്വാസം. ഭരണാധികാരികൾ രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലാണെങ്കിൽ UDFനും LDFും 2 മുന്നണികൾ മാറി മാറി വരുന്ന ഒരു കൾച്ചറാണ് കഴിഞ്ഞ 50-50 വർഷമായിട്ട്. ഒരു ഭരണം കഴിഞ്ഞാൽ അടുത്ത ഭരണം ഇന്നവർക്കായിരിക്കും എന്ന് 100% ഷുവറാണ്. അപ്പം ഉമ്മൻചാണ്ടി 2011 അധികാരത്തിൽ വന്നപ്പം ഉമ്മൻചാണ്ടി വളരെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ജനകീയ പിന്തുണ ധാരാളം വർദ്ധിച്ചു. ഇത് കണ്ട് ഭൈരവ് അഡോപ്റ്റ് ചെയ്തിട്ടാണ് സരിതാ നായരുടെ ഒരു സോളാർ കഥ ഉണ്ടാക്കിയത്. ആ കഥ ഉണ്ടാക്കി അതിന് തിരക്കഥ ഉണ്ടാക്കിയിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത രീതികളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. സരിത എവിടെയൊക്കെ പോയി, ആരെയൊക്കെ കണ്ടു. അങ്ങനെ ഉമ്മൻചാണ്ടിയെ അടുത്തും ചെന്നിട്ട് ഉമ്മൻചാണ്ടി ലൈംഗികമായി ഉപയോഗിച്ചെന്നുള്ള കിംവദന്തി പരത്തി ഉമ്മൻചാണ്ടിയെ നാറ്റി. അതായിരുന്നു എവൻച്വലി അവരുടെ
ടാർഗറ്റ്, അതായത് എവൻച്വൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ നാറിയാക്കുക എന്നുള്ളതായിരുന്നു. അതിലവർ വിജയിച്ചു എന്നുള്ളത് അത് കഴിഞ്ഞ് സംഭവങ്ങൾ വെളിപ്പെട്ടു. അപ്പം ഇതേപോലുള്ള തിരക്കഥ എഴുതി പരിചയമുള്ള ആരോ ആണ് നമ്മുടെ നവീൻ ബാബുവിൻ്റെ കാര്യത്തിലും കഥ എഴുതിയത്. നവീൻ ബാബുവിനെ ഇല്ലാതായി ആക്കണം എന്നുള്ളത് അജണ്ടയിൽ എന്താ കാര്യം, നവീൻ ബാബുവിന് അറിയാവുമായിരുന്ന രഹസ്യം എന്താണെന്ന് നവീൻ ബാബു വെളിപ്പെടുത്തിയിട്ട് ഇല്ല പബ്ലിക്കായിട്ട്. പ്രൈവറ്റായിട്ട് ആരുടെ അടുത്തേലും പറഞ്ഞിട്ടുണ്ടോയെന്നും അറിയത്തില്ല. അപ്പം നവീൻ ബാബുവിനെ ഇല്ലാതാക്കണമെങ്കിൽ നവീൻ ബാബു കണ്ണൂരിൽ നിന്ന് ട്രാൻസ്ഫറായി പോവുക, പിന്നെ അയാളെ കണ്ണൂരുള്ളവരുടെ കസ്റ്റഡിയിൽ കിട്ടത്തില്ല. അപ്പോൾ അവരൊരു കഥ എഴുതുന്നവരാരോ നല്ലൊരു തിരക്കഥ ഉണ്ടാക്കി നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുക. ആ സാഹചര്യം വരുന്ന അയാൾ പരസ്യമായിട്ട് അപമാനിക്കുന്നുണ്ട്. അങ്ങനെ അപമാനിച്ചു കഴിഞ്ഞാൽ ഇയാൾ പിറ്റേ ദിവസം മരണപ്പെട്ട് കാണുമ്പോൾ ഈ തലേ ദിവസത്തെ അപമാനം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർക്കുക. ദാറ്റ് വാസ് ദ എവൻച്വൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ എങ്ങനെ നാണം കെടുത്തണം എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വമാണ് ദിവ്യയെ ഏൽപ്പിച്ചത്. ദിവ്യ അത് ഭംഗിയായിട്ട് ആ സ്റ്റേജിൽ നടന്ന അവസാനത്തെ ചടങ്ങിൽ അത് പരസ്യമായിട്ട് അവിടെ നിന്ന് അയാളെ അവഹേളിച്ചു. അയാൾ അഴിമതിക്കാരനാണ്, മറിച്ചാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അഴിമതിക്കാരനല്ലാത്ത ഒരാൾക്ക് അത് കേട്ടിട്ട് വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് ഉടനെ തന്നെ അത് പ്രസിദ്ധീകരിച്ചു, സോഷ്യൽ മീഡിയയിലെല്ലാം പ്രസിദ്ധീകരിച്ച് നവീൻ ബാബുവിനെ നാണം കെടുത്തി ഇന്ന് തലേ ദിവസം അന്ന് തന്നെ എല്ലായിടത്തും വരുത്തിത്തു. അപ്പം ഈ നവീൻ ബാബുവിന് അപമാനം തോന്നിയെന്നുള്ളത് വേറൊരു കാര്യം. കാരണം അയാളുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് അയാൾ വളരെ കൂളായിട്ടിരുന്നാണ് ഈ ദിവ്യയുടെ ആരോപണങ്ങൾ മുഴുവൻ കേട്ടത്. അപ്പോൾ അയാൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഈ ആരോപണങ്ങളിലൊന്നും കാര്യമില്ല, നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലേ, നമ്മുടെ ആത്മവിശ്വാസം അതുകൊണ്ട് തകരത്തില്ല. ആത്മവിശ്വാസം തകരുന്നത് എപ്പോഴും കുറ്റം ചെയ്തവർക്കേ തകരും. ഒരു കുറ്റാന്വേഷണം, ഒരു ആരോപണം, ഒരു അഴിമതി ആരോപണമോ ഇതിലും ഉണ്ടാകുമ്പോൾ CBI അന്വേഷണം വരണമെന്ന് ഒരു കൂട്ടർ ആവശ്യപ്പെടുമ്പോൾ മറ്റൊരു കൂട്ടർ വരണ്ടെന്ന് പറയുന്നത്, ഈ വരണ്ടെന്ന് പറയുന്നയാൾക്ക് ഒളിക്കാനുണ്ട്, അല്ലെങ്കിൽ വന്നോട്ടെ. CBI അന്വേഷണം വന്നു കരുതി എന്താ കുഴപ്പം, നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല, അവർ കുറ്റവും ഈ നമ്മുടെ ലോക്കൽ പോലീസ് പോലെ നിരപരാധികളുടെ മേൽ അധികം ആരോപിക്കുകയാണ്. അപ്പോൾ ഈ നവീൻ ബാബുവിന് യാതൊരു അപമാനവും തോന്നിയില്ല എന്നുള്ളത് അയാളുടെ ബോഡി ലാംഗ്വേജിൽ അറിയാം. അയാൾ വളരെ കൂളായിട്ട് താഴോട്ട് നോക്കിയിരുന്നേ, മുഖവ്യത്യാസം പോലുമില്ല, ഭാവവ്യത്യാസം വന്നിട്ടില്ല, തലയൊന്ന് പൊക്കി നോക്കിയിട്ട് പോലും. അപ്പം അങ്ങനെയുള്ള നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ല. ഇപ്പം ഈ അപമാനം കൊണ്ട് ആത്മഹത്യ ചെയ്ത് എമ്പടി ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഒരു 3-4 വർഷം മുമ്പ് പാലായിൽ കാഞ്ഞിരപ്പള്ളിയിലൊരു അടുത്തൊരു കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി കോപ്പി അടിച്ചതിന് പിടിച്ച് പുറത്തിറക്കി വിട്ടു. ഒരു മണിക്കൂറുകൾ അവിടെ നിന്നിട്ട് ആ കുട്ടി നടന്നു പോയി. വൈകുന്നേരം വീട്ടിൽ ആ കുട്ടി എത്താത്തതുകൊണ്ട് വീട്ടുകാർ പരാതി പറഞ്ഞ് പോലീസിലെത്തി. അങ്ങനെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം രാത്രി മുഴുവൻ അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞു ആ പുഴയിലോട്ടൊരു കുട്ടി പോകുന്ന കണ്ടത്. അങ്ങനെ പിറ്റേ ദിവസം ആ കുട്ടിയുടെ ബോഡിയാണ് വെള്ളത്തിൽ നിന്ന് കിട്ടിയത്. അപ്പം ഈ കുട്ടിക്ക് മാനഹാനി വന്നതെന്ന് വെച്ചാൽ കുട്ടി കോപ്പി അടിച്ചെന്ന് ആരോപിച്ചിട്ട് അവിടെ നിർത്തി വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ കുറ്റമായി. സാധാരണഗതി പണ്ട് കാലത്ത് സ്കൂളിൽ എന്ത് സംഭവിച്ചാലും ഇങ്ങനെ നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന കുട്ടികൾ വീട്ടിൽ ചെന്ന് പറയത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് അടി കിട്ടും, പിന്നെയും കിട്ടും. ഈ ഇറക്കി വിട്ടവർ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് ഈ ഹാൾ ടിക്കറ്റിൻ്റെ ബാക്കിൽ എഴുതിയതൊക്കെ ആൻസർ എഴുതിക്കൊണ്ട് പോയെന്ന് കാണിച്ചു. അപ്പോൾ ഹാൾ ടിക്കറ്റിൻ്റെ ബാക്കിൽ എഴുതിയതിൻ്റെ കൈയക്ഷരം കുട്ടിയുടെ അല്ലെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. ആരും അതിന് വില കൊടുത്തില്ല. ഇനി ബാക്കിൽ എഴുതിയത് ഉത്തരം തന്നെയാണോ എന്നുള്ളതിന് എന്തോ തെളിവുണ്ട് എന്ന് വെച്ചാൽ ചോദ്യം നേരത്തെ അറിയത്തില്ല. ചോദ്യം അറിയത്തില്ലാത്ത പരീക്ഷാകാലിൽ കിട്ടുന്ന ചോദ്യത്തിന് തലേ ദിവസമേ നമ്മൾ വീട്ടിൽ നിന്ന് ഉത്തരം എഴുതിക്കൊണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ ഒരു കടലാസിൻ്റെ ഒരു പുറത്ത് ഇത്രയും എഴുതാൻ പറ്റും. ഇനി ഒരു 10-100 കാര്യങ്ങൾ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ എഴുതിക്കൊണ്ട് പോയാൽ അത് കുറച്ച് ചോദ്യം വന്നെന്ന് വരാം, പക്ഷെ അത് വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആ കുട്ടി അതുകൊണ്ട് ഒരു കുരുന്ന് ജീവനാണ് പോയത്. പക്ഷെ ഇവിടെ ആരും ഒരു കോലാഹലം ആ കോളേജിൽ നിന്ന് അപമാനിച്ചു വിട്ടതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തെന്ന് ഒരു കോലാഹലം ഉണ്ടാക്കിയില്ല. കാരണം മറുവശത്ത് അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജായിരുന്നു. അപ്പോൾ അതിനാണുള്ള കൂടുതൽ ശക്തിയുള്ളത്. ഈ ഒരു ഇൻഡിവിജ്വൽ ആൾക്കാർക്ക് അത്രയും ശക്തിയില്ല. അതേപോലെ കഴിഞ്ഞ കൊല്ലം തൃശ്ശൂർ ഒരു കുട്ടിയെ, ഒരു ആൺകുട്ടി 18 വയസ്സുള്ള കോപ്പി അടിച്ച് പിടിച്ച്, അവനും കോപ്പി അടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അവരുടെ കൂട്ടുകാരും പറയുന്നത് അവന് അടിച്ചിട്ടില്ലെന്നാണ്.
അപ്പോൾ അവനെ ഇറക്കി വിട്ടു, അവനും പോയി ആത്മഹത്യ ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള മാനം കെടുത്തി ചെറിയ കുഞ്ഞുങ്ങളെ ആത്മഹത്യയിലോട്ട് തള്ളി വിടുന്നതിന് ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. കാരണം ഇതല്ലാതെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഒരു കുട്ടി ഇപ്പോൾ കോപ്പി അടിച്ച് പിടിച്ചോ, ആ ആൻസർ ഷീറ്റ് വലിച്ചു കീറി കളഞ്ഞിട്ട് അവിടെ ഇരുന്ന് രണ്ടാമത് എഴുതാൻ പറഞ്ഞാൽ മതി. ഇല്ലേ അവർ ഒരു കൊല്ലത്തേക്ക് ബാൻ ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ അവരെ പരസ്യമായിട്ട് അവഹേളിക്കുക, പരീക്ഷാ ഹാളിൽ പേപ്പർ എടുത്ത് ഇങ്ങനെ എടുത്ത് കാണിക്കുക, കാണിച്ചു കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ഇന്നയാൾ ചെയ്തത്, ഇങ്ങനെ അപമാനിക്കുന്ന ഒരു രീതിയുണ്ട്. അത് കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് അവർ അപമാനം വന്നിട്ട് ആത്മഹത്യ ചെയ്തത്. പക്ഷെ നവീൻ ബാബു എന്ന് പറയുന്ന ഒരു സീനിയർ ഓഫീസറാണ്. ഇങ്ങനെയുള്ള അലഗേഷൻസ് ഒക്കെ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ടാകും. കാരണം എല്ലാവരും കേൾക്കുന്നു, നമ്മുടെ നേതാക്കന്മാരെല്ലാം ഉണ്ട്. നമ്മുടെ തന്നെ മന്ത്രിമാരും എം എൽ എമാരും എന്തെല്ലാം അഴിമതിപ്പെട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അവരാരെല്ലാം ആത്മഹത്യ, ഏതൊരു പൊളിറ്റീഷ്യൻ ഇന്നൊരു ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപമാനം കൊണ്ട്, അഴിമതി ആരോപണം കൊണ്ട്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇന്നൊരു അഴിമതി ആരോപണം കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് വീട്ടിൽ നിന്ന് തൊണ്ടി സഹിതം കള്ളപ്പണോ മറ്റുള്ള സാധനങ്ങൾ പിടിച്ചു നിറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ കേസുകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആരോപണം ഈ പറയുന്നയാൾക്ക് നവീൻ ബാബുവിനറിയാം അയാൾ അഴിമതിയൊന്നും ചെയ്തിട്ടില്ല, ആർക്കും അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാനും പറ്റില്ലാത്ത ഒരാൾ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നില്ല. അപ്പം ഇവരുടെ തിരക്കഥയുടെ എവഞ്ച്വൽ ഉദ്ദേശമായിരുന്നു നവീൻ ബാബുവിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് ആത്മഹത്യയായിട്ട് വരുത്തി തരണം. അതിനൊരു തിരക്കഥ ഉണ്ടാക്കിയിട്ട് അപമാനിക്കുക എന്നുള്ള ആ ഒരൊറ്റ അജണ്ടയായിരുന്നു ദിവ്യയ്ക്ക് കൊടുത്തത്. ഈവൻ ദിവ്യയ്ക്കും ഇയാളെ വകവരുത്താൻ വേണ്ടിയാണോ ഇത് കൊടുത്തിരുന്നതെന്ന് ദിവ്യയ്ക്ക് പോലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദിവ്യയോട് പറഞ്ഞ് ഇയാളെ ഒന്ന് അപമാനിച്ചു വിടണം. ദിവ്യ അത് സ്റ്റേജിൽ കയറി ഭംഗിയായിട്ട് അപമാനിച്ചു വിട്ടു. ഈ അപമാനം കൊണ്ട് ഇയാൾ പിറ്റേ ദിവസം അന്ന് തന്നെ പോയിട്ട് ആത്മഹത്യ എന്നുള്ളൊരു തിരക്കഥ അവൾക്കറിയത്തില്ലായിരുന്നായിരുന്നു ദിവ്യയ്ക്ക്. പക്ഷെ ഇത് അറിയാവുന്നവരുണ്ടായിരുന്നു. ഈ ഡ്രൈവറിനെ ഇതിൻ്റെ എല്ലാം ഏൽപ്പിച്ചിരുന്ന ഇതിൻ്റെ ഓർഗനൈസിങ്. ഡ്രൈവർ ഇയാളെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയെന്ന് പറയുന്നതിന് യാതൊരു തെളിവുമില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുപോയതേ ഉള്ളൂ, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ല. ഇടയ്ക്ക് ഇറക്കി വിട്ടെന്നുള്ളതിന് യാതൊരു തെളിവില്ല. ഒരു നാട്ടുകാരും ഇല്ല. ഒരു ടൗണിലായതുകൊണ്ട് ഏതെങ്കിലും കച്ചവടക്കാർ കാണും, ഓട്ടോറിക്ഷക്കാർ കാണും, അല്ലാതെ അവിടുത്തെ പാസബൈയൊക്കെ കാണും. നവീൻ ബാബു അവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ. അപ്പം ഇറങ്ങിയിട്ടില്ല, അപ്പം എങ്ങോട്ടുമുണ്ട്. ഈ ഡ്രൈവർ തന്നെ ഇയാളെ മിക്കവാറും പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കായിരിക്കും കൊണ്ടുപോയത്. നമ്മുടെ കർമാണി മനോജും അല്ലാത്തവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണല്ലോ അവിടെ. അപ്പോൾ അവിടെ വെച്ച് കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോയി വീട്ടിൽ പോയി. അപ്പോൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെങ്ങന്നൂർ കാണാത്തത് കൊണ്ട് ഭാര്യ കോണ്ടാക്ട് ചെയ്തു. ആ നാച്ചുറലി ഡ്രൈവറെ വിളിച്ചു കാണും. ഡ്രൈവർ പറഞ്ഞ് ഞാൻ രാത്രി ഇന്ന സ്ഥലത്ത് ഇറക്കി വിട്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞ് വന്നിട്ടില്ല. അപ്പം ഇങ്ങേര് ഞാൻ വീട്ടിൽ പോയി നോക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് വാല് തുറന്ന് കിടക്കുന്നത് കണ്ട സ്ഥിരം ഈ ഉദ്യോഗസ്ഥനെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഡ്രൈവർ വാതിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നവീൻ സാറേ എന്ന് വിളിച്ച് അങ്ങ് കയറി ചെല്ലത്തേ ഉള്ളൂ. അല്ലാതെ വാല് തുറന്ന് കിടക്കുന്ന കണ്ടുകൊണ്ട് അവിടെ നിന്ന് പോയി അയൽവക്കംകാരെ 3 പേരെ വിളിച്ചുകൊണ്ടുവന്ന് വന്നപ്പോൾ തന്നെ അതിന് ഏത് മനുഷ്യനായിട്ട് തിരിച്ചറിവും ബോധമുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം അവിടെ നവീൻ ബാബു തൂങ്ങി നിൽക്കുന്നത് കാണുമെന്നുള്ള 100%. അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ അവരുടെ അത് തന്നെ അത് പിന്നെ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടവും പെട്ടെന്ന് പത്തനംതിട്ട എത്തിച്ച് ഇത് ക്രിമേഷനും എല്ലാം ഒറ്റ ദിവസം 24 മണിക്കൂറിനുള്ളിൽ തന്നെ നടത്തിയുകൊണ്ട് ഇനി നവീൻ ബാബു എങ്ങനെ മരിച്ചു എന്നുള്ളതിന് യാതൊരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല. പക്ഷേ ശരീരത്തിൻ്റെ ഡീറ്റെയിൽഡ് പോസ്റ്റ്മോർട്ടം രണ്ടാമത് ഒന്നും കൂടെ നടത്തുമായിരുന്നെങ്കിൽ, വേറെ ഹോസ്പിറ്റലിൽ നടത്തുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സത്യങ്ങൾ പുറത്ത് വരുവുള്ളായിരുന്നു. അപ്പോൾ അത് വന്നിട്ടില്ല. അപ്പം ഇവർക്ക് വേണ്ടിയിരുന്നത് അവരന്ന് തന്നെ പഠിച്ചിറക്കിയ അപമാനം സഹിക്കുക വയ്യാതെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു. ഇനി ഈ കുറ്റം ദിവ്യയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കും. അപ്പോൾ ഈ കുറ്റപത്രത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ആത്മഹത്യ പ്രേരണ ഉണ്ടായിരുന്നുള്ളതിന് ഒരു തെളിവുമില്ല. അപമാനിച്ചെന്നുള്ളതിന് മാത്രമേ തെളിവുള്ളൂ. ഈ അപമാനം ആത്മഹത്യയിലോട്ട് നയിച്ചു എന്നുള്ളതിന് എന്തോ തെളിവുള്ളൂ? നവീൻ ബാബു ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടില്ല. ആത്മഹത്യക്കുറിപ്പ് ഇല്ലാത്തടത്തോളം കാലം ഇങ്ങനത്തെ ഒരു അപമാനം എന്ന് പറയുന്ന പുള്ളിക്കാർ ഉദ്ദേശിച്ച് ഇയാൾ അവിടെ സമയത്തും കാലത്തും അംഗീകാരം അപ്രൂവലും കൊടുത്തില്ല അവരുടെ അപേക്ഷയും മേലെ. പിന്നെ ഇയാൾ കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്നതിന് കൈക്കൂലി വാങ്ങിയെന്ന് ഉള്ളതിന് തെളിവില്ലെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കൈക്കൂലി വാങ്ങിയെന്ന് തെളിവുകൊണ്ട് അത് ആര് കൊടുത്തു എന്നുള്ളത് വരും. അപ്പം ആ ഇഷ്യൂ ഇല്ലാതായി. പുള്ളിക്കാരി എവിടെ ആരോപണം ഉന്നയിച്ചു, അത് കേട്ടിട്ട് നവീൻ ബാബുവിന് ഒരു കുലുക്കവും വന്നില്ല. അപ്പം ഈ ആരോപണം കോടതി ചെല്ലുമ്പം
നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് കാരണം ഈ അപമാനമാണെന്നുള്ളതിന് വേർ ഇസ് എവിഡൻസ് എന്ന് കോടതി ചോദിക്കും. ഈ ദിവ്യ അപമാനിച്ചത് കൊണ്ടാണെന്നുള്ളത് ഒരു ഇൻഫറൻസ്, ഒരു നിഗമനമാണ് മനുഷ്യരുടെ. ഈ നിഗമനം വെച്ചിട്ട് ആരെങ്കിലും ശിക്ഷിക്കാൻ പറ്റുമോ? അറിയാൻ പറ്റത്തില്ല. ഇപ്പം കൽക്കട്ട അലഹബാദിൽ ഒരു ജഡ്ജി പറഞ്ഞ കണക്ക് സ്ത്രീകളുടെ മാറെടുത്ത് സ്പർശിക്കുന്നത് ബലാത്സംഗം അല്ല എന്ന് പറയുന്നത് ശരിയായ അയാൾ പറഞ്ഞത്. അതെങ്ങനെ ബലാത്സംഗമാണ്? അത് സ്ത്രീത്വത്തെ അപമാനിക്കലേ ആവുന്നുള്ളൂ. അപ്പോൾ അതിനെതിരെ ഇവിടെ കിടന്ന് ആൾക്കാർ പറഞ്ഞു കിടക്കുന്ന അയാളെന്തോ വലിയ പാത ചെയ്യുന്നുള്ളൂ. അയാൾ വളരെ കാര്യമാണ് പറഞ്ഞത്. അവിടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ പോലെ അതിന് ബലാത്സംഗമായിട്ട് എടുത്ത് കുറ്റവിചാരണ ചെയ്ത് ശിക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ ജഡ്ജി അങ്ങനെ പറഞ്ഞത്. ഇവിടെ ദിവ്യ പറഞ്ഞ് അപമാനിച്ചു, ശരിയാ. ഈ അപമാനം ആത്മഹത്യയിലോട്ട് നയിച്ചു എന്നുള്ളതിന് വേറെ എവിഡൻസ്? ഒരു എവിഡൻസും ഇല്ല. അപ്പൊ ഇത് തന്നെയായിരുന്നു ഇവരുടെ മാസ്റ്റർ പ്ലാനിന്റെ അജണ്ടയുടെ ഒബ്ജക്റ്റീവ്. അതായത് നവീൻ ബാബു മരണപ്പെട്ടത് ആത്മഹത്യയാണെന്ന്, ആത്മഹത്യക്ക് കാരണം ഈ അപമാനമാണെന്നുള്ളതായിരുന്നു അവർക്ക് വേണ്ട അജണ്ട. അപ്പൊ ഈ കൊലപാതക ആംഗിളോട്ട് ഇനി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ആത്മഹത്യ ചെയ്തതാണെന്നുള്ളത് സ്ഥാപിച്ചു. അപ്പം കൊലപാതക ആംഗിൾ ഇനി അന്വേഷിക്കണം. അത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് പാർട്ടിയും രക്ഷപ്പെട്ടു, ദിവ്യയും രക്ഷപ്പെട്ടു. പക്ഷെ ദിവ്യയ്ക്ക് ഇയാളെ കൊലപാതകത്തിന് വേണ്ടിയാണ് ഈ അപമാനിക്കാൻ പറഞ്ഞു വിട്ടതെന്നുള്ളത് അറിയാമായിരുന്നുള്ള ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. അത് ദിവ്യയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ, അല്ലെ അതിനെ പുറകിൽ നിന്നവർക്കേ അറിയാവൂ. ഇനി ഏത് കോടതി, ലോകത്തിലെ ഏത് കോടതിയിൽ ഇതിന് വിചാരണയ്ക്ക് എന്നാൽ ഒരു ദിവസത്തെ ശിക്ഷ പോലും ദിവ്യയ്ക്ക് കിട്ടത്തില്ല. മാക്സിമം ഒരു കോടതി പറയാൻ പോകുന്ന ദിവ്യയുടെ ആ പൊസിഷൻ, പൊതു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ആ പദവിക്ക് ചേരാത്ത രീതിയിലാണ് അവിടെ പ്രവർത്തിച്ച് ബിഹേവ് ചെയ്തതെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതായത് ഇംഗ്ലീഷിൽ പറയുന്ന അൺബിക്കമിങ് ഓഫ് എ ഓഫീസർ, അൺബിക്കമിങ് കണ്ടക്ട്. അതായത് നമ്മളൊരാളിലൊരു ഉദ്യോഗസ്ഥനായാലും ഉദ്യോഗസ്ഥയായാലും അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ട്. ആ ബിഹേവിയർ ഇല്ലായിരുന്നു. അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പാടില്ല.